PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാർ എന്നൊരു ടോപ്പിക്കാണ്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് കേരള PSC പുറത്തിറക്കിയ സ്പെഷ്യൽ എഡിഷനിലെ വിവരങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. ബ്രിട്ടീഷുകാരും ടിപ്പുവും തമ്മിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവയ്ക്കുമ്പോൾ ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭു ആയിരുന്നു. കോൺവാലിസ് പ്രഭു. ഇത് ഓർത്തിരിക്കണം, എപ്പോഴും ശ്രീരംഗപട്ടണം ഉടമ്പടിയൊക്കെ ചോദിക്കാറുള്ളതാണ്. ബ്രിട്ടീഷുകാരും ടിപ്പുവും തമ്മിൽ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവയ്ക്കുമ്പോൾ ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ അടിമത്തം നിരോധിച്ചത് 1843 ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? അത് എലൻബറോ പ്രഭുവിന്റെ കാലത്താണ്. എലൻബറോ പ്രഭു എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിൽ അടിമത്തം നിരോധിച്ചത് 1843 ബ്രിട്ടീഷ് ഇന്ത്യയിൽ അടിമത്തം നിരോധിച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? എലൻബറോ പ്രഭു. 1855-56 സാന്താൾ കലാപം നടന്ന സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? അത് ഡൽഹൌസി പ്രഭുവാണ്. ഈ സാന്താൾ കലാപം മിക്കവാറും ചോദിക്കുന്നതാണ്. അതിന്റെ വർഷമാണ് മിക്കവാറും ചോദിച്ചിട്ടുള്ളത്, അല്ലെ? പിന്നെ അതിന്റെ നേതാക്കന്മാരെയും ചോദിക്കാറുണ്ട്, സിദ്ധുവും കാനുവും, അല്ലെ? അതേപോലെ 1855-56 സാന്താൾ കലാപം നടന്ന സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഡൽഹൌസി പ്രഭു. അടുത്ത പോയിന്റ് നോക്കുക. മൂന്നാം മൈസൂർ യുദ്ധകാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? അത് കോൺവാലിസ് പ്രഭു ആയിരുന്നു. കോൺവാലിസ് പ്രഭു. ഈ കോൺവാലിസ് പ്രഭു, ഡൽഹൌസി പ്രഭു, ഇവരൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവരുടെ ഭരണ കാലഘട്ടം എവിടെയെങ്കിലും ഒന്ന് കുറിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ എന്തായിരുന്നു ആ പോയിന്റ്? മൂന്നാം മൈസൂർ യുദ്ധകാലത്ത് ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭു ആയിരുന്നു. മധ്യ ഇന്ത്യയിലെ ഗോണ്ടുകളുടെ ഇടയിലുണ്ടായിരുന്ന നരബലി നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ്? അത് ഹാർഡിഞ്ച് പ്രഭുവാണ്. ഹാർഡിഞ്ച് പ്രഭു ഒന്നാമനായിരുന്നു. അല്ലെ? അപ്പൊ എന്താണ് ആ ഒരു കാര്യം? എന്താണ് നരബലി? അല്ലെ? ഇത് നമുക്ക് ആലോചിക്കാൻ തന്നെ പാടാണ്, അല്ലെ? മധ്യ ഇന്ത്യയിലെ ഗോണ്ടുകളുടെ ഇടയിലാണ്. ആ ഏത് വർഗ്ഗക്കാരുടെയാണ്? ഗോണ്ടുകൾ, അല്ലെ? ഗോണ്ട് വിഭാഗക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന നരബലി നിരോധിച്ച ഗവർണർ ജനറലാണ് ഹാർഡിഞ്ച് പ്രഭു ഒന്നാമൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ജനറൽ ആയിരുന്ന ഗവർണർ ജനറൽ ആരായിരുന്നു? അത് കോൺവാലിസ് പ്രഭുവാണ്. കോൺവാലിസ് പ്രഭു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ജനറൽ ആയിരുന്ന ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വിധവാ പുനർവിവാഹ നിയമത്തിന്റെ കരട് എന്താണ്? വിധവാ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? ഡൽഹൌസിയുടെ കാലത്താണ്. ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്. ഡൽഹൌസി, കോൺവാലിസ് ഇതൊക്കെ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് അവരുടെ ഇയറൊക്കെ നോക്കി വെക്കുക, അവരുടെ ആ ഒരു കാലഘട്ടവും നോക്കി വെക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വിധവാ പുനർവിവാഹ നിയമത്തിന്റെ കരട് തയ്യാറാക്കിയത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം, അല്ലെ? അത് നല്ലൊരു പോയിന്റാണ്. ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരിൽ ഏറ്റവും കൂടുതൽ കാലം പദവി വഹിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1772 അല്ലെ? വർഷം ഏതാണ്? 1772 ജില്ലാ കളക്ടറുടെ പദവി സൃഷ്ടിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1772 ജില്ലാ കളക്ടറുടെ പദവി സൃഷ്ടിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇങ്ങനെ വർഷം വെച്ച് ചോദിച്ചാൽ ഈ ഗവർണർ ജനറൽമാരുടെ വർഷം അറിയാമെങ്കിൽ അത് വെച്ച് തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1772 ജില്ലാ കളക്ടറുടെ പദവി സൃഷ്ടിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് കൊണ്ടുവന്ന ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു ആണ്. അല്ലെ? എന്താണ് 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. അല്ലെ? നമുക്കറിയാം, PSC കാലങ്ങളായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്കറിയാം, അല്ലെ? പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഇത് കൊണ്ടുവന്ന ആരാണ്? ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ആരാണ്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ PSC ഇപ്പോൾ ചോദിക്കുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ വെറൈറ്റി ആയിട്ടുള്ള പോയിന്റുകളാണ്. അപ്പൊ അങ്ങനെ ചോദിക്കാൻ ചിലപ്പോൾ തീരുമാനമെടുത്താൽ ഇതൊരു നല്ലൊരു പോയിന്റ് ആയിരിക്കും. 1799 സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് കൊണ്ടുവന്ന ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭു. ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. അല്ലെ? ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. അടുത്തൊരു പോയിന്റ് നോക്കാം.
നന്ദകുമാർ എപ്പിസോഡുമായി ബന്ധപ്പെട്ട ഗവർണർ ജനറൽ നല്ലൊരു പോയിന്റ് ആണല്ലേ. നന്ദകുമാർ എപ്പിസോഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യയും ബ്രിട്ടീഷ് ഭരണവും എന്നൊരു ക്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. ആ ക്ലാസ്സിൽ ഞാൻ നരേന്ദ്ര മണ്ഡലം കമ്മീഷൻ എന്നും പറഞ്ഞിരുന്നു, നരേന്ദ്ര മണ്ഡലം സമിതി അല്ലെ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ പേര് കൊണ്ട് വ്യത്യസ്തമാണ്. എന്താണ് നരേന്ദ്ര മണ്ഡലം സമിതി? കഴിഞ്ഞ ക്ലാസ് കണ്ടവർക്ക് അറിയാം അല്ലെ. അതേപോലെ നന്ദകുമാർ എപ്പിസോഡ്. അപ്പൊ ഇങ്ങനെയുള്ള ആ പേര് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. നന്ദകുമാർ എപ്പിസോഡുമായി ബന്ധപ്പെട്ട ഗവർണർ ജനറൽ ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. നന്ദകുമാർ എപ്പിസോഡുമായി ബന്ധപ്പെട്ട ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. പഞ്ചാബിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ഗവർണർ ജനറൽ ഡൽഹൌസി ആണ്. പഞ്ചാബിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. പിൽക്കാലത്ത് ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റായ ഗവർണർ ജനറൽ ആരാണ്? അത് സർ ജോൺ ഷോർ ആണ്. സർ ജോൺ ഷോർ. എന്താണ്? പിൽക്കാലത്ത് ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റി, എന്താണ്? ബ്രിട്ടീഷ് ആൻഡ് ഫോറിൻ ബൈബിൾ സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റായ ഗവർണർ ജനറൽ ആണ് സർ ജോൺ ഷോർ. പിറ്റ്സ് ഇന്ത്യ ആക്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണല്ലേ. പിറ്റ്സ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അപ്പോൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ ആരായിരുന്നു ഗവർണർ ജനറൽ? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു ഗവർണർ ജനറൽ അല്ലെ. വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ബാക്കി പോയിന്റ് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. പദവിയിലിരിക്കെ അന്തരിച്ച ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? അത് നമ്മുടെ കോൺവാലിസ് പ്രഭു ആണ് അല്ലെ. പദവിയിലിരിക്കെ അന്തരിച്ചത് ഡൈൻ ഹാർനസ്. പദവിയിലിരിക്കെ അന്തരിച്ച ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആയിരുന്നു കോൺവാലിസ് പ്രഭു. ബംഗാളിലാണ്, സ്ഥലമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ബംഗാളിൽ കിൻകിനയിൽ ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു. ബംഗാളിൽ കിൻകിനയിൽ ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് വാറൻ ഹേസ്റ്റിങ്സ്. എന്താണ്? ബംഗാളില് കിൻകിനയിൽ ഭൂനികുതി വ്യവസ്ഥ ഏർപ്പെടുത്തിയത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ബംഗാളിലെ ആദ്യത്തെ, ഇത് സ്ഥലമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ് ആയിരുന്നു അല്ലെ. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് താനകൾ സ്ഥാപിച്ചത് ആരാണ്? കോൺവാലിസ് പ്രഭു ആണ് അല്ലെ. ബ്രിട്ടീഷ് ഭരണകാലത്ത് താനകൾ സ്ഥാപിച്ചത് കോൺവാലിസ് പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ നല്ലൊരു പേരാണ് അല്ലെ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടത് വെല്ലസ്ലി പ്രഭു ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടത് ആരാണ്? വെല്ലസ്ലി പ്രഭു. 1805 ഇൻഡോറിലെ ഭരണാധികാരികളായ ഹോൾക്കറുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെട്ട ഗവർണർ ജനറലാണ് സർ ജോർജ് ബാർലോ അല്ലെ. 1805 ഇൻഡോർ മധ്യപ്രദേശിലാണല്ലോ ഇൻഡോർ. 1805 ഇൻഡോറിലെ ഭരണാധികാരികളായിരുന്നു ഹോൾക്കറുമായി സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെട്ട ഗവർണർ ജനറൽ ആരാണ്? സർ ജോർജ് ബാർലോ. 1826 യാന്തബോ ഉടമ്പടി. ഇതൊക്കെ പേര് കൊണ്ട് വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ചോദിക്കാം. 1826 യാന്തബോ ഉടമ്പടി ഒപ്പുവയ്ക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആംഹേസ്റ്റ് പ്രഭു അല്ലെ. 1826 യാന്തബോ ഉടമ്പടി ഒപ്പുവയ്ക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ആംഹേസ്റ്റ് പ്രഭു ആണ്. ആദ്യത്തെ നിയമ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക് പ്രഭുവാണ്. ആദ്യത്തെ നിയമ കമ്മീഷനെ നിയമിച്ച ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ്. ഇന്ത്യ ഒരു കൊട്ടാരത്തിൽ നിന്ന് ഭരിക്കണം, ഒരു നാട്ടിൻപുറത്തെ വീട്ടിൽ നിന്നല്ല എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. അത് കൊള്ളാം അല്ലെ. ഇന്ത്യ ഒരു കൊട്ടാരത്തിൽ നിന്ന് ഭരിക്കണം, ഒരു നാട്ടിൻപുറത്തെ വീട്ടിൽ നിന്നല്ല എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? അത് വെല്ലസ്ലി പ്രഭു. ഇന്ത്യൻ നിയമങ്ങളെ ക്രോഡീകരിച്ച ആദ്യ ബ്രിട്ടീഷ് ഭരണാധികാരിയാണ് കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ആരാണ്? അത് ഡൽഹൌസിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന പോയിന്റുകൾ തന്നെയാണ് അല്ലെ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസിയാണ്. ഇന്ത്യയിൽ ഗവർണർ ജനറലായി നിയമിതനായ ആദ്യ പ്രഭു കുടുംബാംഗമാണ് കോൺവാലിസ്. ആദ്യ പ്രഭു കുടുംബാംഗമാണ് കോൺവാലിസ്. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ഡൽഹൌസി പ്രഭു. ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് PWD അല്ലെ. ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ആരംഭിച്ചത്? ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ് അല്ലെ. PWD ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്. ഇന്ത്യയിൽ പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്.
അടുത്തത് ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? അത് ഡൽഹൌസി പ്രഭുവാണ് അല്ലെ. ഇന്ത്യയിൽ പോസ്റ്റൽ സംവിധാനം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകൻ വില്യം ബെന്റിക് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപകൻ വില്യം ബെന്റിക് ആണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? അത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിലെ പോലീസ് സേനയ്ക്ക് അടിസ്ഥാനമിട്ട ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു അല്ലെ. ഇന്ത്യയിലെ പോലീസ് സേനയ്ക്ക് അടിസ്ഥാനമിട്ട ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു അല്ലെ. CPO പരീക്ഷ WCPO പരീക്ഷ എഴുതുന്നവർക്കൊക്കെ ഇത് മിക്കവാറും കോൺവാലിസ് പ്രഭുവിനെ പഠിക്കേണ്ടി വരും അല്ലേ. കോൺവാലിസ് പ്രഭു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഇന്ത്യയിലെ പോലീസ് സേനയ്ക്ക് അടിസ്ഥാനമിട്ട ഗവർണർ ജനറൽ കോൺവാലിസ് പ്രഭുവാണ്. കോൺവാലിസ് പ്രഭു. ഇന്ത്യ ചരിത്രത്തിൽ മോണിംഗ്ടൺ പ്രഭു എന്നും അറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. ഇന്ത്യ ചരിത്രത്തിൽ മോണിംഗ്ടൺ പ്രഭു എന്നും അറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധസമയത്ത് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം അല്ലെ. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധ സമയത്ത് ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇംപീച്ച്മെന്റിന് വിധേയനായ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഉത്തരേന്ത്യയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്ന പിണ്ടാരികൾ എന്ന കൊള്ള സംഘത്തെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ഹേസ്റ്റിങ്സ് പ്രഭുവാണ്. എന്താണ്? ഉത്തരേന്ത്യയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരുന്ന പിണ്ടാരികൾ എന്ന കൊള്ള സംഘത്തെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ഹേസ്റ്റിങ്സ് പ്രഭുവാണ്. റിംഗ് ഫെൻസിന്റെ ശില്പിയായ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റിംഗ് ഫെൻസിന്റെ ശില്പിയായ ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. അടുത്തൊരു പേജിലാണ്. എന്ത് കാരണത്തിന്റെ പേരിലാണ് ഡൽഹൌസി പ്രഭു ഔദിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്? ദുർഭരണത്തിന്റെ പേരിലാണ് ഔദിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്. ഏത് ഗവർണർ ജനറലിന്റെ നയങ്ങളാണ് 1857 വിപ്ലവത്തിന് കാരണമായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്? ഡൽഹൌസി പ്രഭുവിന്റെ നയങ്ങൾ അല്ലെ. ഡൽഹൌസി പ്രഭുവിന്റെ നയങ്ങളാണ് 1857 വിപ്ലവത്തിന് കാരണമായത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? അത് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലത്താണ്. ഇന്ത്യയിൽ 2 പ്രാവശ്യം ഗവർണർ ജനറലായ ആദ്യ വ്യക്തി ആരാണ്? അത് കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ 2 പ്രാവശ്യം ഗവർണർ ജനറലായ ആദ്യ വ്യക്തി കോൺവാലിസ് പ്രഭുവാണ്. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മാധ്യമം ഇംഗ്ലീഷ് ആക്കിയ ഗവർണർ ജനറൽ വില്യം ബെന്റിക് ആണ്. ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മാധ്യമം ഇംഗ്ലീഷ് ആക്കിയ ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭുവാണ്. ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ സിവിൽ സർവീസ് തുടങ്ങിയത് ആരുടെ കാലത്താണ്? കോൺവാലിസിന്റെ കാലത്താണ് അല്ലെ. ഇന്ത്യയിൽ വ്യവസ്ഥാപിതമായ സിവിൽ സർവീസ് തുടങ്ങിയത് കോൺവാലിസ് പ്രഭുവിന്റെ കാലത്താണ്. ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ഡൽഹൌസി പ്രഭു ആയിരുന്നു അല്ലെ. ഇന്ത്യയിൽ ഗവർണർ ജനറൽ ആയവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് ആരായിരുന്നു? ഡൽഹൌസി പ്രഭു ആയിരുന്നു. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് 1818 ബോംബെ പ്രസിഡൻസി സ്ഥാപിതമായത്? ഹേസ്റ്റിങ്സ് പ്രഭുവിന്റെ കാലത്താണ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് 1818 ബോംബെ പ്രസിഡൻസി സ്ഥാപിതമായത്? ബോംബെ പ്രസിഡൻസി 1818 ഹേസ്റ്റിങ്സ് പ്രഭു അല്ലെ. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ഇന്ത്യയിൽ ടെലഗ്രാഫ് ലൈൻ സ്ഥാപിതമായത്? ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്. പോസ്റ്റൽ ടെലഗ്രാഫ് ഇതൊക്കെ ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്. PWD അല്ലെ. അപ്പൊ ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ഇന്ത്യയിൽ ടെലഗ്രാഫ് ലൈൻ സ്ഥാപിതമായത്? ഡൽഹൌസി പ്രഭുവിന്റെ കാലത്താണ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് പോലീസ് അധികാരങ്ങൾ സെമീന്ദാർമാരിൽ നിന്ന് മാറ്റി ജില്ലാതലത്തിൽ പോലീസ് സൂപ്രണ്ടിനെ കൈമാറിയത്? കോൺവാലിസ് പ്രഭുവിന്റെ കാലത്താണ്. എങ്ങനെയാണ് ആ സംഭവം അല്ലെ. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് പോലീസ് അധികാരങ്ങൾ ജമീന്ദാർമാരിൽ നിന്ന് മാറ്റി ജില്ലാതലത്തിൽ പോലീസ് സൂപ്രണ്ടിനെ കൈമാറിയത്? കോൺവാലിസ് പ്രഭുവിന്റെ കാലത്താണ്. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ജോനാഥൻ ഡെങ്കൻ വാരണാസിയിൽ സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്? ഈ സംസ്കൃത കോളേജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സംസ്കൃത കോളേജിന്റെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചേരുംപടി ചേർക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ജോനാഥൻ ഡെങ്കനാണ്. സംസ്കൃത കോളേജ് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ജോനാഥൻ ഡെങ്കൻ വാരണാസിയിൽ സംസ്കൃത കോളേജ് സ്ഥാപിച്ചത്? കോൺവാലിസ് പ്രഭുവിന്റെ കാലത്താണ്. ഒരു നാൾ നമ്മുടെ വായിലേക്ക് എത്തേണ്ട ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് ഏത് നാട്ടുരാജ്യത്തെയാണ്? ഔദിനെ. എന്താണ്? ഒരു നാൾ നമ്മുടെ വായിലേക്ക് എത്തേണ്ട ചെറി അല്ലെ എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് ഔദ് എന്ന നാട്ടുരാജ്യത്തെയാണ്. അതൊരു വ്യത്യസ്തമായ ഒരു പോയിന്റ് ആണ് അല്ലെ. റാങ്ക് ഫെയിലുകളിൽ കാണാൻ കഴിയാത്തൊരു പോയിന്റ് ആണ്.
കൽക്കട്ട മദ്രസയുടെ സ്ഥാപകൻ ആരാണ്? അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൽക്കട്ട മദ്രസയുടെ സ്ഥാപകൻ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. എവിടെയാണ് സുപ്രീം കോടതി സ്ഥാപിച്ചത്? കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. കൂർഗിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് വില്യം ബെന്റിക് ആണ്. കൂർഗിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് വില്യം ബെന്റിക് പ്രഭുവാണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നതിന് പകരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി പേരോടെ ഇന്ത്യ ഭരിച്ച ആദ്യ ഭരണാധികാരിയാണ് വില്യം ബെന്റിക് പ്രഭു, അല്ലെ? ബെന്റിക് പ്രഭു. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നതിന് പകരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പദവി പേരോടെ ഇന്ത്യ ഭരിച്ച ആദ്യ ഭരണാധികാരി ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിയമകാര്യ അംഗത്തെ ഉൾപ്പെടുത്തിയത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? വില്യം ബെന്റിക് പ്രഭുവിന്റെ കാലത്ത്. ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിയമകാര്യ അംഗത്തെ ഉൾപ്പെടുത്തിയത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? വില്യം ബെന്റിക് പ്രഭുവിന്റെ കാലത്താണ്. ഗാസിപ്പൂരിൽ അന്തരിക്കുകയും ഗംഗാതീരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. ഗാസിപ്പൂരിൽ അന്തരിക്കുകയും ഗംഗാതീരത്ത് അന്ത്യവിശ്രമം കൊള്ളുകയും ചെയ്യുന്ന ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു. സിഖുകാരും സിന്ധിലെ അമീറും തമ്മിലുണ്ടായിരുന്ന തർക്കം പരിഹരിക്കുന്നതിന് ഒരു ഉടമ്പടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? ഓക്ലാൻഡ് പ്രഭുവിന്റെ കാലത്താണ്. എന്താണ് സംഭവം? സിഖുകാരും സിന്ധിലെ അമീറും തമ്മിലുണ്ടായിരുന്ന തർക്കം പരിഹരിക്കുന്നതിന് ഒരു ഉടമ്പടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ചത് ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ്? ഓക്ലാൻഡ് പ്രഭുവിന്റെ കാലത്താണ്. സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭുവാണ്. സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. ചാൾസ് വിൽക്കിൻസിന്റെ ഭഗവത്ഗീതയുടെ പരിഭാഷയ്ക്ക് അവതാരിക രചിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്, അല്ലെ? ചാൾസ് വിൽക്കിൻസിന്റെ ഭഗവത്ഗീതയുടെ പരിഭാഷയ്ക്ക് അവതാരിക രചിച്ച ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. സ്ഥിരം റവന്യൂ സെറ്റിൽമെന്റിന് തുടക്കം കുറിച്ച ഗവർണർ ജനറൽ ആണ് കോൺവാലിസ് പ്രഭുവാണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അടുത്തൊരു പോയിന്റ് നോക്കാം. നെപ്പോളിയനിക് യുദ്ധത്തിൽ ഒരു കൈ നഷ്ടമായ ശേഷം ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയത് ഹാർഡിഞ്ച് ഒന്നാമനാണ്. നെപ്പോളിയനിക് യുദ്ധത്തിൽ ഒരു കൈ നഷ്ടമായ ശേഷം ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയത് ആരാണ്? ഹാർഡിഞ്ച് ഒന്നാമനാണ്. നെപ്പോളിയനെ വാട്ടർലൂ യുദ്ധത്തിൽ തോൽപ്പിച്ച ആർതർ വെല്ലസ്ലിയുടെ സഹോദരനായിരുന്ന ഗവർണർ ജനറലാണ് വെല്ലസ്ലി പ്രഭു, അല്ലെ? നെപ്പോളിയനെ വാട്ടർലൂ യുദ്ധത്തിൽ തോൽപ്പിച്ച ആർതർ വെല്ലസ്ലിയുടെ സഹോദരനായിരുന്ന ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭു. പെൺ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറലാണ് വില്യം ബെന്റിക് പ്രഭുവാണ്. വെല്ലൂർ കലാപം നടന്ന സമയത്തെ ഗവർണർ ജനറൽ സർ ജോർജ് ബാർലോയാണ്. സർ ജോർജ് ബാർലോയാണ്. ടിപ്പു സുൽത്താൻ വധിക്കപ്പെടുമ്പോൾ ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു ആയിരുന്നു. ജെയിംസ് ആൻഡ്രൂ ബ്രൗൺ റാംസെ ഏത് പേരിലാണ് ഇന്ത്യ ചരിത്രത്തിൽ പ്രസിദ്ധനായത്? ഡൽഹൌസി പ്രഭു എന്ന പേരിൽ, അല്ലെ? അപ്പോൾ ഡൽഹൌസി പ്രഭുവിന്റെ പേരെന്താണ്? ജെയിംസ് ആൻഡ്രൂ ബ്രൗൺ റാംസെ ഏത് പേരിലാണ് ഇന്ത്യ ചരിത്രത്തിൽ പ്രസിദ്ധനായത്? ഡൽഹൌസി പ്രഭു. സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭുവാണ്. ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. ഫോർട്ട് വില്യം കോളേജ് 1800 സ്ഥാപിച്ച ഗവർണർ ജനറൽ വെല്ലസ്ലി പ്രഭു. ഫോർട്ട് വില്യം കോളേജ് 1800 സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപകൻ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും പരീക്ഷ ടെലഗ്രാം ചാനലിൽ നടത്തുന്നുണ്ട്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അടുത്തൊരു പോയിന്റ്, ഡൽഹൌസി പ്രഭു ഏത് നാട്ടുരാജ്യത്ത് ദത്തവകാശ നിയമം പ്രയോഗിച്ചതാണ്? കോർട്ട് ഓഫ്
ഡയറക്ടേഴ്സ് അംഗീകരിക്കാതിരുന്നത്, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അംഗീകരിക്കാതിരുന്നത് അത് കരൗലിയാണ്, അല്ലെ. ഡൽഹൌസി പ്രഭു ഏത് നാട്ടുരാജ്യത്ത് ദത്തവകാശ നിയമം പ്രയോഗിച്ചതാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് അംഗീകരിക്കാതിരുന്നത്? കരൗലി. തപാൽ സംവിധാനം പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ സൗകര്യം ചെയ്ത ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. തപാൽ സംവിധാനം പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാൻ സൗകര്യം ചെയ്ത ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭുവാണ്. തഗ്ഗുകളെ അമർച്ച ചെയ്ത ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം പ്രയോഗിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ആദ്യ നാട്ടുരാജ്യമാണ് സത്താറ, 1848. ദത്തവകാശ നിരോധന നിയമം പ്രയോഗിച്ച് ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർത്ത ആദ്യ നാട്ടുരാജ്യം ഏതാണ്? സത്താറ, 1848. ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ മഹാറാണി ഏറ്റെടുക്കുന്നതിനോടനുബന്ധിച്ച് അലഹബാദിൽ ദർബാർ പ്രഖ്യാപിച്ച ഗവർണർ ജനറലാണ് കാനിങ് പ്രഭു. ഇന്ത്യയുടെ ഭരണം വിക്ടോറിയ മഹാറാണി ഏറ്റെടുക്കുന്നതിനോടനുബന്ധിച്ച് അലഹബാദിൽ ദർബാർ പ്രഖ്യാപിച്ച ഗവർണർ ജനറൽ ആരാണ്? കാനിങ് പ്രഭുവാണ്. സെൻട്രൽ കാച്ചാർ ജയന്തിയ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറലാണ് വില്യം ബെന്റിക് പ്രഭു. അപ്പൊ എന്താണ്? സെൻട്രൽ കാച്ചാർ ജയന്തിയ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത ഗവർണർ ജനറൽ ആരാണ്? വില്യം ബെന്റിക് പ്രഭുവാണ്. അപ്പൊ ഇത്രയുമാണ് ഗവർണർ ജനറൽമാരെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൈസ്രോയിമാരെ കുറിച്ചിട്ടാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.